ദേവികുളം നിയോജക മണ്ഡലത്തിലെ വിവിധ പോളിംഗ് ബൂത്തുകളിലും വോട്ടിംഗ് പുരോഗമിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. 2 ബ്ലോക്ക് പഞ്ചായത്തുകളും 4 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും ദേവികുളം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്നുണ്ട്. വോട്ടർമാരെ രാവിലെ മുതൽ പോളിംഗ് ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്തുവാനായി എത്തുകയാണ്. വിവരങ്ങളുമായി അഖിൽ ചേരുന്നുണ്ട്. അഖിൽ, ആദ്യ മണിക്കൂറുകളിൽ ഇവിടുത്തെ പോളിംഗ് ശതമാനം എത്രത്തോളമാണ്? കാർഷിക മേഖലയും അതുപോലെ ആദിവാസി മേഖലയും തോട്ടം മേഖലയും ഒക്കെ ഒരേപോലെ ചേരുന്ന ദേവികുളം മണ്ഡലത്തിൻ്റെ വിവിധ പോളിംഗ് ബൂത്തുകളിൽ ഈ പോളിംഗിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ചില ബൂത്തുകളിൽ വലിയ തിരക്കുണ്ട്. പക്ഷേ ചില ബൂത്തുകളിൽ വോട്ടർമാരുടെ തിരക്ക് വലിയ രീതിയിൽ കാണാനില്ല. വരും മണിക്കൂറുകളിൽ തിരക്ക് വർദ്ധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രാവിലെ മുതൽ തന്നെ പോളിംഗ് ബൂത്തുകളിലേക്ക് ആളുകൾ വോട്ട് രേഖപ്പെടുത്താൻ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യ പ്രചാരണ ഘട്ടത്തിലെല്ലാം ഈ 3 മുന്നണികളും വളരെ വാശിയേറിയ ഒരു പ്രചാരണ പ്രവർത്തനങ്ങളായിരുന്നു കാഴ്ചവെച്ചത്. LDF ആയാലും UDF ആയാലും അതുപോലെ NDA ആയാലും വളരെ വാശിയോടെയുള്ള വളരെ ആവേശം ഒട്ടും ചോരാതെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളായിരുന്നു നടത്തിയിട്ടുള്ളത്. അതിന് ഒടുവിലാണ് ഇപ്പോൾ ഈ സമ്മതിദായകർ ബൂത്തിലേക്ക് വോട്ട് രേഖപ്പെടുത്താനെത്തുന്ന ഒരു സാഹചര്യമുള്ളത്. ദേവികുളം മണ്ഡലം ആകെ എന്ന് പരിശോധിച്ചാൽ 2 ബ്ലോക്ക് പഞ്ചായത്തുകളും അതുപോലെ 4 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും 10ലധികം പഞ്ചായത്തുകളുമാണ് ഉള്ളത്. 4 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുണ്ട്. അതിൽ അടിമാലി ഡിവിഷൻ നിലവിൽ UDFൻ്റെ സിറ്റിംഗ് ഒരു ഡിവിഷനാണ്. വെള്ളത്തുവൽ ഡിവിഷൻ പുതുതായിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു ഡിവിഷനാണ്. അവിടെ പ്രഥമ തെരഞ്ഞെടുപ്പാണ് വെള്ളത്തുവൽ ഡിവിഷൻ നടക്കുന്നത്. മൂന്നാർ ഡിവിഷനും ദേവികുളം ഡിവിഷനും ആ 2 ഡിവിഷനും നിലവിൽ LDFൻ്റെ സിറ്റിംഗ് ഡിവിഷനുകളാണ്. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് പരിശോധിക്കുകയാണെങ്കിൽ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് LDFൻ്റെ കയ്യിലാണ്. LDF ആണ് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിൽ ഭരണം നടത്തുന്നത്. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് നിലവിൽ UDFൻ്റെ ഒരു ഭരണം നടത്തുന്ന ബ്ലോക്ക് പഞ്ചായത്താണ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത്. ഈ അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ രൂപീകൃതമായ ശേഷം അത് UDFൻ്റെ ഒരു കോട്ട എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവിടെ ഇതുവരെ LDFന് അവിടെ ഭരണം പിടിക്കാൻ സാധിച്ചിട്ടില്ല. ഇത്തവണ എന്തായാലും ഇതിൽ ഒരു അട്ടിമറിയിലൂടെ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് തിരികെ പിടിക്കാം അല്ലെങ്കിൽ പിടിച്ചെടുക്കാമെന്നൊരു പ്രതീക്ഷ LDF മുൻപോട്ട് വയ്ക്കുന്നു. അതുപോലെ തന്നെ ഈ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിൽ ഭരണം പിടിക്കാമെന്ന പ്രതീക്ഷ UDF മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. അടിമാലി പഞ്ചായത്ത് ഭരിക്കുന്നത് നിലവിൽ UDF ആണ്. പള്ളിവാസൽ പഞ്ചായത്ത് ഭരിക്കുന്നത് LDF ആണ്. അതുപോലെ വിവിധ പഞ്ചായത്തുകൾ LDFും UDFും മാറി മാറി ഭരിക്കുന്ന പഞ്ചായത്തുകളാണ്. BJPക്ക് പ്രതീക്ഷയുള്ള 2 പഞ്ചായത്തുകൾ കൂടി ദേവികുളം നിയോജക മണ്ഡലത്തിലുണ്ട്. അതിലൊന്ന് വട്ടവടിയും മറ്റൊന്ന് ഇടമലക്കുടിയുമാണ്. അവിടെ കഴിഞ്ഞ തവണയൊക്കെ അവിടെ BJP സ്ഥാനാർത്ഥികൾ വിവിധ വാർഡുകൾ ജയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇത്തവണ കൂടുതൽ വിജയം കൈവരിച്ച് ഇത് പിടിച്ചെടുക്കാമെന്ന പ്രതീക്ഷ NDA മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ഇത്തരത്തിൽ വളരെ വാശിയേറിയ 3 മുന്നണികൾക്കും പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമാണ് ഈ ദേവികുളം നിയോജക മണ്ഡലം. ദേവികുളം നിയോജക മണ്ഡലത്തിൽ ഈ ആദ്യ മണിക്കൂറുകളിൽ പോളിംഗ് പുരോഗമിക്കുകയാണ്. ചില പോളിംഗ് ബൂത്തുകളിൽ ആദ്യ സമയത്തൊക്കെ ചില തടസ്സം നേരിട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ പരിഹരിച്ച് വളരെ സുഗമമായി ഈ ബൂത്തുകളിലൊക്കെയും പോളിംഗ് മുമ്പോട്ട് പോവുകയാണ്.